ഒന്ന് കേൾക്കാൻ വയ്യ. हे ईश्वर हे तुझे प्रणाम, विद्या का दे दो वरदान, गुरुओं का सम्मान करो, ज्ञान लग कर सदा पढ़े, सच्चाई के मार्ग पर चले, मेहनत से हम नहीं डरे, पढ़े लिखे मोदे महान, हे ईश्वर हे तुझे प्रणाम. ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ബിരിയാണി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് ജീര റൈസ് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ക്യാരറ്റ് ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സമയം നമുക്ക് എടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില, ഒരു ബേ ലീഫ്, ഇതെല്ലാം എടുത്ത് വയ്ക്കുക. ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും. കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പം നമുക്ക് ഈ ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇതിൽ കൂടെ സവാള, പിന്നെ ഓരോരുത്തർക്കും ബീൻസ് ചിലർ ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പച്ചക്കറി ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ജീര റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബസുമതിക്കാണെങ്കിൽ ഓരോ അരിക്കും ഓരോ കണക്കാണ് നമ്മൾ എത്രയാണ് വെള്ളം ചേർക്കേണ്ടതെന്ന് നോക്കുന്നത്. ജീര റൈസാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ കണക്കിനാണ് വെള്ളം വീഴ്ത്തേണ്ടത്. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവും. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്, ഒഴിക്കുക. ഇനി ഉപ്പ് ഫുള്ളായിട്ട് നോക്കുക ഒന്നുകൂടെ എത്രയാണ് ഉപ്പ്. ഇനി ആഡ് ചെയ്യണമെങ്കിൽ ഉപ്പ് ഈ സമയം ആഡ് ചെയ്യാം. എന്നിട്ട് 2 ഏലക്ക, നാരങ്ങ വേണമെങ്കിൽ നാരങ്ങ നീര് എല്ലാം ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ വയണ ഇല അല്ലെങ്കിൽ ബേ ലീഫ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പാടായിരിക്കും. പിന്നീട് ചോറ് വെന്ത് വരുമ്പോൾ നമുക്ക് എടുക്കാം. അതിനേക്കാൾ ഇതുപോലെ മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ നല്ലൊരു മണവും കിട്ടും. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ തുറന്ന് വെച്ച് പാത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും കുക്കറിൽ വെക്കുന്നതാണ് എളുപ്പം. അതിനുശേഷം കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. കറക്റ്റ് ഒരു വിസിൽ കേട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നിട്ട് തുറക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് ചോറെല്ലാം വിട്ട് ഇതുപോലെ ചോറൊന്നും ഒട്ടി പിടിക്കില്ല. നന്നായിട്ട് ഇതുപോലെ ഇളകി വരുന്നത് കാണാം. ഇതിൽ നമുക്കിനി എന്തെങ്കിലും കളറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പാലെടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുമ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വെള്ള ചോറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളർ കൂടെ കിട്ടും. ഫുഡ് കളർ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതുപോലെ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മല്ലിയില മാത്രം ഇട്ടിട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി റെഡി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ മട്ടനോ ഒക്കെ വയ്ക്കാം. ഞാൻ ഇന്നിപ്പം ഒരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഇപ്പം നല്ല റൈസൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് റൈസെല്ലാം ഒട്ടി പിടിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജീര റൈസിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ കണക്കിന് വേണം വേവിക്കാൻ. അപ്പം നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ സവാള അരിഞ്ഞ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. സവാള കുക്കറിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വറ്റൽമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്.
ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തീ കൂട്ടി വെക്കാൻ പാടില്ല, എങ്കിൽ ഇടുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ഞാൻ ഉള്ളി ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നല്ല ഉപ്പിട്ട് അടച്ചു വയ്ക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി നല്ല കുറുകിയാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് തക്കാളി, ഒരു 2 തക്കാളി എടുത്ത് അരിഞ്ഞെടുക്കാം. ഏകദേശം സവാള ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. അത് ഒരുവിധം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 2 മുട്ട ഇതുപോലെ, നമുക്ക് എത്രയാണ് മുട്ട വേണോ അത്രയും മുട്ട ഇതുപോലെ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സാധാരണ വേവിച്ചാണ് ചേർക്കുന്നത്, ഞാനിപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്, എങ്കിൽ മുട്ട പൊട്ടി ഫുള്ള് ഇതാവും. അപ്പോൾ ഇളക്കി കൊടുക്കാതെ അതിൻ്റെ ആവിയിലിരുന്ന് കുറച്ച് നേരം വേകും. വെന്ത് വരുമ്പോൾ നന്നായിട്ട് നമ്മൾ ബുൾസയുടെ ഒരു ടൈപ്പിൽ വരും. ഇപ്പോഴും ഇളക്കാൻ പാടില്ല, അത് ഫുള്ളായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ. അതിനൊരു 5 മിനിറ്റ് എടുക്കും. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. കുറച്ചും കൂടെ നമ്മൾ കുറച്ച് കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കതെങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും പുളിയും ചേർത്ത് വയ്ക്കുക. അപ്പോൾ നല്ല ഉപ്പും പുളിയും പിടിക്കും. അതിനുശേഷം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ആഡ് ചെയ്ത് ഉലുവാപ്പൊടിയെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് കഴുകി വച്ചിരിക്കുന്ന മീനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലിപ്പോൾ പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. മീൻ കറി റെഡി. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I don't know where to take this, I don't wanna break this. We're living in the moment, we're living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky.
had last night. You can't do it peacefully. We won't go without a fight. So when I go, I know you'll follow me. I don't want slamming doors. No, no, just wait and see. You'll feel it naturally. There's no one else I see. I know you'll follow me. I don't know how to take this. I don't wanna break this. We're living in the moment. We're living in the moment. Your head is on my shoulder. We're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I don't know how to take this. I don't wanna break this. We're living